ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകം ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? കോപ്പിറൈറ്റ് ആണ് കേട്ടോ. ഈ കോപ്പിറൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ അല്ലാതെ നമ്മുടേതല്ലാതെ മറ്റൊരാളുടെ ആരുടെയെങ്കിലും ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കണ്ടൻ്റായ ഓഡിയോയോ വീഡിയോയോ എന്തെങ്കിലും നമ്മൾ അവരുടെ അനുവാദമില്ലാതെ നമ്മുടെ ചാനലിലെടുത്ത് ഇടുന്നതിനെയാണ്, ആ ഒരു രീതിക്കാണ്, ആ ഒരു ഇഷ്യൂവിലാണ് നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അത് എല്ലാവരും ആദ്യം മനസ്സിലാക്കുക. മറ്റൊരാളുടെ ഓഡിയോയോ വീഡിയോയോ നമ്മുടെ ചാനലിൽ ഷോർട്സിലോ ലോങ് വീഡിയോയിലോ ലൈവിലോ എന്തിലായാലും എടുത്തിടുന്നതിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുക. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. കോപ്പിറൈറ്റ് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പാട്ടുകൾ, അതായത് വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകൾ അതെടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ അവരുടെ അനുവാദം ഇല്ലാതെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ BGM പാട്ടുകളോ എന്തെങ്കിലും എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് വീഡിയോ ഭാഗങ്ങൾ, അതായത് വല്ല സിനിമകളുടെയോ സീരിയലുകളുടെയോ വല്ല സീരീസിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ അതെടുത്തിട്ട് നമ്മൾ മറ്റൊരാളുടെ എടുത്ത് നമ്മളിടുമ്പോൾ അതിനെ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാണുന്നതെന്ന് പറയുന്നത് ചിത്രങ്ങൾ, ചില പിക്ചറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ ഗൂഗിളിൽ നിന്നും മറ്റ് ഏതെങ്കിലുമൊക്കെ ആപ്പുകളിൽ നിന്നും ചില ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കോപ്പിറൈറ്റ് വരാം. എന്നാൽ ഈ പറയുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരണമെന്നില്ല, കാരണം ചിലതൊക്കെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോവാറുണ്ട്. പക്ഷേ ചില വീഡിയോസിനായാലും ചില കാര്യങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാം. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയുള്ള കോപ്പിറൈറ്റുകളെയാണ് പേടിക്കേണ്ടത്. 2 സൈസ് കോപ്പിറൈറ്റ് ആണ് നമുക്ക് വരാറുള്ളത്. ഒന്ന് കോപ്പിറൈറ്റ് ക്ലെയിം, 2 കോപ്പിറൈറ്റ് സ്ട്രൈക്കുമാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നതിന് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന വീഡിയോസിന് നമുക്ക് ആകെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കൂടെ ഓടുന്ന ആ ഒരു വീഡിയോയ്ക്കുള്ള ആ വരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് ക്ലെയിമിനെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പ്രശ്നം അതിൽ വലുതായിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരാളുടെ വീഡിയോയോ ഓഡിയോയോ എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ എടുത്തിടുമ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ അതിനാണ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരിക. ആ സ്ട്രൈക്ക് തരുന്നതെന്ന് പറയുന്നത് ആ ചാനലിൻ്റെ ആ ക്രിയേറ്ററുടെ അവരുടെ ഒരു അവകാശമാണ് നമുക്ക് സ്ട്രൈക്ക് തരിക എന്നുള്ളത്. അപ്പോൾ അവർ സ്ട്രൈക്ക് തന്നു കഴിയുമ്പോൾ നമുക്കതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ ഒരു പ്രശ്നമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് തിരിച്ച് അവർക്ക് മെയിൽ അയക്കാം, അവരുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവരോട് നമുക്കൊരു ഹെൽപ്പ് ചോദിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ട്രൈക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ എല്ലാം അതുപോലെ ആകണമെന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ യൂട്യൂബ് ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഒന്നും നോക്കിയില്ല എന്നൊക്കെ വരാം. പക്ഷേ ഒരു 3 ദിവസം നമുക്ക് ഉറപ്പായിട്ട് സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ ആ ചാനൽ തന്നെ ഇല്ലാതായി പോകാൻ ആ ഒരൊറ്റ കാരണം മതിയാകും. പിന്നെ നമുക്ക് എപ്പോഴും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന സമയങ്ങളിൽ 90 ദിവസം വരെ പിന്നെ നമ്മുടെ വ്യൂ എല്ലാം നഷ്ടപ്പെടും. നമ്മൾ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും താഴ്ന്നു പോകും. നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് ഡൗൺ ആയിട്ട് പോകും. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് ക്ലെയിം വരരുതെന്നായാലും സ്ട്രൈക്ക് വരരുതെന്നായാലും ഞാൻ പറയുള്ളൂ. എനിക്കും കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ചാനലും ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നൊരു സംഭവം നമ്മുടെ ചാനലിൽ വരാതിരിക്കാൻ എപ്പോഴും നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ നമ്മൾ മറ്റൊരാളുടെ കണ്ടൻറ്റ് എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി എഡിറ്റ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന സംഭവത്തെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യുക. സ്ട്രൈക്ക് ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇല്ലാണ്ടാക്കാൻ കാരണമാകും.
പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സ്ട്രൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസം വരെ എന്തായാലും നമ്മുടെ ചാനൽ എപ്പോഴും ഡൗൺ ആയി തന്നെ ഇരിക്കും. നമ്മുടെ വ്യൂവേഴ്സ് കുറയും, നമ്മുടെ ലൈക്ക് കുറയും, നമ്മുടെ ലൈവ് ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അതിൻ്റെ എല്ലാം വ്യൂവേഴ്സ് എല്ലാം താഴെ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലല്ല, പോയിരിക്കും. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു വാണിംഗ് എന്ന് യൂട്യൂബ് പറയുന്നത് 90 ദിവസം തന്നെയാണ്. ഈ 90 ദിവസം വരെ നമ്മളെ ക്ഷമയോടുകൂടി ഒന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്യാതെ ആരും ഇരിക്കരുത്. എത്ര വ്യൂ കുറഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ 90 ദിവസവും നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ വീഡിയോ ഇട്ട് പോകണം. അങ്ങനെ ഇട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിന് ആ 90 ദിവസം കഴിയുമ്പോൾ പഴയ പോലെ ആക്റ്റീവായി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അതേപോലെ സ്റ്റോപ്പായി നിന്നു പോകും. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ യൂട്യൂബ് നമുക്കൊരു മെയിലോ ഒരു നോട്ടിഫിക്കേഷനോ അപ്പോൾ തന്നെ അയച്ചിരിക്കും. സ്ട്രൈക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെയിൽ വന്നിരിക്കും. ആ മെയിലിനകത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ട് യൂട്യൂബ് പറയും നമുക്കൊരു സോങ്ങിൻ്റെ കൊണ്ടോ ഒരു BGM പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടോ ആണ് നമുക്ക് ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ഏത് ഭാഗത്താണോ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരിക്കുന്നത് ആ ഭാഗം നമുക്കൊന്ന് മ്യൂട്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ മ്യൂട്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും സോങ്ങോ BGM ഒക്കെ ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഏതെങ്കിലും ഷോർട്സിനോ വീഡിയോയ്ക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ വരികയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മ്യൂട്ടാക്കിയോ അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം. അത്രയും ഭാഗം തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ആകെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, സ്ട്രൈക്ക് വരാതെ പരമാവധി ശ്രദ്ധിക്കുക. ഒരു സ്ട്രൈക്ക് വന്നാലും യൂട്യൂബ് കണ്ടില്ല, പക്ഷേ മൂന്നാമത്തെ സ്ട്രൈക്കിൽ ചാനൽ ഉറപ്പായിട്ട് ഇല്ലാണ്ടായിപ്പോൾ. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ഏത് പോസ്റ്റ് ഇട്ടാലും ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ലൈവ് ആയാലും ഇടുമ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക, സ്വന്തം കണ്ടൻറ്റുകൾ മാത്രം ഇടുക. എഡിറ്റ് ചെയ്ത കണ്ടൻ്റ് ആണെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യുക. കോപ്പിറൈറ്റ് വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം മ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിടുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 3 പ്രാവശ്യം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാതെ നോക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ബുദ്ധിമുട്ട് നേരിട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചാനലൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുക. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഉണ്ടെങ്കിൽ മറക്കരുത്, ആദ്യം പറഞ്ഞതുപോലെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.